വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം മൗൾഡ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൗൾഡ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ, കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, കൂടാതെ 3 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് 3 തവണയെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ അരിച്ച് മാറ്റി വെച്ചതാണിത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ 1/4 ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടീസ്പൂൺ നല്ല ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ചൂടാറി കിട്ടണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 3 മുട്ടയുടെ വെള്ള എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ മുട്ടയുടെ മഞ്ഞയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മുട്ടയുടെ വെള്ള മാത്രം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് നന്നായി അടിച്ച് പതപ്പിച്ചെടുത്ത് നല്ല പീക്ക് ഫോമിലാക്കി എടുക്കണം. ഇപ്പോൾ ഇത് നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് 1/4 കപ്പ് പൗഡർ ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ടൊന്ന് ഈ സമയത്ത് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പഞ്ചസാര മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. ഈ സമയത്ത് നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. ഓയിൽ നമ്മൾ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1-2 ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഞാൻ ലാസ്റ്റ് ബാച്ച് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ബാറ്റർ തിക്കായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റ് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഫി മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കോഫി മിക്സ് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മൗൾഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓവണൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ബാറ്റർ ഞാൻ മുഴുവനായിട്ട് മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിൻ്റെ മുകൾ വശം ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. നമ്മൾ കേക്കിൻ്റെ മുകൾ വശം ഒരേ ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇനി ഞാൻ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് ഉപ്പ് നിരത്തിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മൗൾഡ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 45 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റിന് ശേഷം കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്ന സമയത്ത് നമുക്കിത് തുറന്നു നോക്കാം. കേക്കിൻ്റെ ഉൾവശം എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം കേക്ക് മൗൾഡിൽ നിന്നൊന്ന് എടുത്തു മാറ്റാം. ഇപ്പോൾ കേക്കിൻ്റെ സൈഡിൽ ഞാനൊരു കത്തി വെച്ച് അടർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കമിഴ്ത്തി വെച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് പെട്ടെന്ന് തന്നെ മോൾഡിൽ നിന്ന് വിട്ടുവരും. നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം.
കരിഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെറി സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയും അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് ചെറിയും പിന്നെ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ സിറപ്പിൽ നിന്ന് ചെറി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കാൻ പോവാണ്. ഇനി നമ്മളിത് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 2 ടീസ്പൂൺ പൗഡർ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മൾ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ക്രീം ഇവിടെ റെഡിയായി കിട്ടും. ഇനി നമ്മൾ കേക്കിൻ്റെ സ്പോഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ തലേ ദിവസമാണ് സ്പോഞ്ച് തയ്യാറാക്കി വയ്ക്കാറ്. ഇനി നമുക്കിതൊന്ന് 3 ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെറിയ സിറപ്പ് ഓരോ ലെയറിലേക്ക് ഒന്ന് തെളിച്ചു കൊടുക്കാം. 3 ലെയറിൽ നമുക്ക് നന്നായിട്ട് തളിച്ച് കൊടുക്കണം. എന്നാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കി സിറപ്പ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ നമ്മൾ 3 ലെയറും വെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു കേക്ക് ബോർഡിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ബോർഡിൽ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ശേഷം ചെറി സിറപ്പ് നന്നായിട്ട് തളിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല പോലെ സിറപ്പ് ഞാൻ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപോലെ ലെവലാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെ കയ്യിൽ സ്പാച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ പരന്ന തവി എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ലെവലാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ക്രീം മുഴുവനായിട്ട് ഞാനൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിന് മുകളിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള സ്ലൈസ്ഡ് ചെറി ഒന്ന് വിതറി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തെടുത്ത പോലെ ചെറി സിറപ്പ് തെളിച്ച് കൊടുക്കുക. നന്നായി തെളിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ ക്രീം ഇട്ട് കൊടുക്കണം. അതാ ഞാനിവിടെ ക്രീം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ലെയർ ചെയ്ത പോലെ നമ്മളെ സ്ലൈസ്ഡ് ചെറീസ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. ഇപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ സ്പോഞ്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനും ഇതിന് മുകളിലേക്ക് ഒന്ന് തെളിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം മുകൾ വശവും സൈഡും എല്ലാം ഒന്ന് നന്നായി കവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കുറച്ച് ക്രീം ഉപയോഗിച്ച് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് മുകൾ വശമൊക്കെ ഒന്ന് ഞാൻ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം. ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതാ ഇത്രയും മതി. നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതൊരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ ക്രീമെല്ലാം കേക്കിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചധികം ക്രീം ഇട്ട് നമ്മൾ കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. മുകൾ
വശവും സൈഡെല്ലാം നമ്മൾ നന്നായിട്ട് ക്രീം വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോഴത്തെ നമ്മളെ കേക്ക് ഞാനൊരു സ്ക്രാപ്പർ വെച്ചിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് റൗണ്ട് ഷേപ്പിൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ ഫ്ലവേഴ്സ് എല്ലാം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവേഴ്സിന് മുകളിലായിട്ട് ചെറി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചെറിയെല്ലാം വെച്ച് കൊടുത്ത് നല്ല കളർഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ വശത്തും സൈഡിലെല്ലാം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്ന് വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 സൈസിലുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലുള്ള നമ്മൾ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് വലിയ സൈസായിട്ട് ഗ്രേറ്റ് ചെയ്തത് മുകൾ വശത്തൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ സൈഡിൽ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വലിയ പീസസ് എടുത്തിട്ട് മുകൾ വശം ഒന്ന് നിരത്തി കൊടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരിക്കും, കുഴഞ്ഞൊന്നും പോവാതെ കിട്ടും. നമ്മളടുത്ത് ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് മുകൾ വശം ഞാൻ മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ കാണുക, കമൻറ്റുകൾ അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.